ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത ചൂടിന് ആശ്വാസമായി ബുധനാഴ്ച മുതൽ വേനൽമഴ ശക്തിപ്പെടുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ. മെയ് 7 ശേഷം കൂടുതൽ വേനൽമഴ ലഭിക്കുമെന്നും മെയ് 3 ശേഷം ഉഷ്ണതരംഗം ഇല്ലാതാകുമെന്നും മെറ്റ്ബീറ്റ് വെതർ നേരത്തെ അറിയിച്ചിരുന്നു. ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു. പുതിയ അന്തരീക്ഷസ്ഥിതി അവലോകനം ചെയ്യുമ്പോഴും ഈ പ്രവചനത്തിന് മാറ്റമില്ലെന്നാണ് മെറ്റ്ബീറ്റ് നിരീക്ഷകർ പറയുന്നത്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. നിലവിൽ കുറവ് വേനൽമഴ ലഭിച്ച വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെയാണ് ഇത്തവണ മഴ വരുന്നത്. കടുത്ത ചൂടിൽ വലയുന്ന പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കാര്യമായ മഴ ലഭിക്കും. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയോ അതിശക്തമായ മഴയോ ആണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കുകയെന്നും ഇതോടെ ചൂടിന് കുറവുണ്ടാകുമെന്നും മെറ്റ്ബീറ്റ് വെതർ സ്ഥാപകനും കാലാവസ്ഥാ നിരീക്ഷകനുമായ വെതർമാൻ കേരള പറയുന്നു. മെയ് 3 ശേഷം ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ അന്തരീക്ഷ മാറ്റങ്ങൾ ദൃശ്യമായിരുന്നു. അന്തരീക്ഷത്തിലെ മധ്യ ഉയരത്തിലെ കാറ്റിന്റെ ഗതിമുറിവും ഉത്തരേന്ത്യയിൽ നിന്നുള്ള വരണ്ട ഉഷ്ണക്കാറ്റിന്റെ വിതരണത്തിലുണ്ടായ കുറവുമാണ് കേരളത്തിൽ ഉഷ്ണതരംഗം കുറയാൻ ഇടയാക്കിയത്. ഇന്ത്യയുടെ കിഴക്കൻ മേഖല വഴി ബംഗാളിൽ നിന്ന് തമിഴ്നാടിന്റെ മധ്യ-പടിഞ്ഞാറ് ഭാഗം വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തിയും അതോടനുബന്ധിച്ചുള്ള കാറ്റിന്റെ അഭിസരണ മേഖലയുമാണ് വേനൽമഴ എന്ന പ്രീ മൺസൂൺ മഴയ്ക്ക് അനുകൂലമാകുമെന്നും വെതർമാൻ കേരള പറയുന്നു. അതേസമയം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.